കോൺഗ്രസ് പുനഃസംഘടനയിൽ സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ്. അധികാര സ്ഥാനങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന നേതാക്കൾക്ക് ആർത്തി അവസാനിച്ചിട്ടില്ലെന്ന് ചെറിയാൻ ഫിലിപ്പിന്റെ വിമർശനം. കോൺഗ്രസിന് വേണ്ടി ജീവിതം ഹോമിച്ചവരെ പരിഗണിക്കണം. സതീശൻ പാച്ചേനിയുടെ കഥ മറക്കരുത് എന്നും ചെറിയാൻ ഫിലിപ്പ് ഓർമ്മപ്പെടുത്തുന്നു. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ചെറിയാൻ ആക്രമിച്ചു കയറുകയാണല്ലോ, എന്താ വിവരം? ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കോൺഗ്രസിന്റെ പുനഃസംഘടനാ ചർച്ചകളൊക്കെ പരിമിതിയിൽ എത്തി നിൽക്കുമ്പോഴാണ് പുനഃസംഘടനയിൽ അതിരൂക്ഷ വിമർശനം നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വർഷങ്ങളായി കോൺഗ്രസിൽ തുടരുന്ന ഒരു രീതിയുണ്ട്. ആ രീതി അപ്പാടെ പൊളിച്ചെഴുതണം എന്നുള്ളതാണ് ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി അധികാര സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങുന്ന ആർത്തിയുള്ള കുറേ നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അതൊക്കെ വരാനിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം ഉണ്ടാകണമെങ്കിൽ ഒരു തലമുറ മാറ്റം അനിവാര്യമാണ് എന്നുള്ളതാണ് ചെറിയാൻ ഫിലിപ്പ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അധികാര സ്ഥാനങ്ങളിൽ ഈ നേതൃത്വ തലങ്ങളിൽ പൂർണ്ണമായൊരു മാറ്റമാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ സതീശൻ അടക്കമുള്ള അങ്ങനെയുള്ള കുറേ രക്തസാക്ഷികൾ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ പാർട്ടിക്കുണ്ട്. അവരെയെല്ലാം ഓർത്തുകൊണ്ട് വേണം ഈ പുനഃസംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. ഒപ്പം ഈ ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണയില്ലാതെ കാലാകാലങ്ങളായി കോൺഗ്രസിൽ പ്രവർത്തിച്ച് ഒന്നുമല്ലാതായി മാറിയ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ കോൺഗ്രസിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നാൽ കൂടി മാത്രമേ ഈ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ് എന്നൊക്കെ പറയാനാവൂ എന്നുള്ളതാണ് വിമർശനം. എന്തായാലും ഈ പുനഃസംഘടന അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എസ് കെ, താങ്ക് യു. എന്തായാലും ചെറിയാൻ ഫിലിപ്പ് നിരാശനാണോ എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെയാണ് കാണിക്കുന്നത്.